ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? കാറിൽ നിന്നും ഇറങ്ങാൻ ഒരുങ്ങിയ ദേവുവിനോട് ആഹി ചോദിച്ചു. ഉണ്ട്, ദേവു അലസമായി അവനോടായി മറുപടി പറഞ്ഞു. നീ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര നല്ല ആൾക്കാരല്ല ഇവിടെ ഉള്ളവർ. എന്തും ചെയ്യാൻ മടിക്കില്ല. എൻ്റെ ജോലി കഴിയുന്നത് വരെ എനിക്ക് എന്നെ നോക്കാനറിയാം. ആരും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല, അലസമായി പറഞ്ഞുകൊണ്ട് അവൾ ഡോറ് തുറന്നിറങ്ങി. എന്നാൽ ദേവുവിൻ്റെ സംസാരം കേട്ട് ആഹിക്ക് ദേഷ്യം വന്ന് വിറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അഭി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് താൻ ഈ പണിക്ക് ഇറങ്ങി തിരിച്ചത്. എന്നിട്ട് അവളുടെ അഹങ്കാരം കണ്ടില്ലേ? ഇനി അവളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ താൻ പിന്നെയും അവൾക്ക് മുൻപിൽ ചെറുതാവും. ഓരോന്നോർക്കെ അവന് ഭ്രാന്ത് പിടിച്ചു. വരുന്നത് വരട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. ദേവു ഒരു സൈഡിലായി നിൽക്കുന്നുണ്ടായിരുന്നു, അവനെ കാത്ത്. വാ, അവളോട് പറഞ്ഞുകൊണ്ട് പാൻറിന്റെ പോക്കറ്റിൽ കൈയിട്ട് അവൻ അകത്തേക്ക് കയറി. പിന്നാലെ അവളും. അപരിചിതമായ ഈ സ്ഥലത്ത് ഇനി ഒറ്റയ്ക്കാണല്ലോ എന്നോർത്തപ്പോൾ സംഭരിച്ചു വെച്ചിരുന്ന ധൈര്യം മുഴുവൻ ചോർന്നു പോകുന്നത് പോലെ തോന്നി അവൾക്ക്. ഒഫീഷ്യൽ ഡ്രസ്സിലുള്ള ഒരു പെൺകുട്ടി അവരുടെ അടുത്തേക്ക് വന്നു. സാറ്, ഗബ്രിയൽ സാർ വിളിക്കുന്നുണ്ട്. ആ പെൺകുട്ടി സൗമ്യമായി പറഞ്ഞു. ഓ യെസ്, വി ആർ കമ്മിങ്. ആഹി അത് പറഞ്ഞ് മുൻപിലേക്ക് നടന്നു. ഒരടി പിന്നിലായി സർട്ടിഫിക്കറ്റ് അടങ്ങുന്ന ഫയൽ നെഞ്ചോട് അമർത്തി പിടിച്ചുകൊണ്ട് ദേവുവും നടന്നു. ആ മോനെ, നേരത്തെ ആണല്ലോ, ഇരിക്ക് കുട്ടി. ആഹിയെയും ദേവുവിനെയും നോക്കിക്കൊണ്ട് കണ്ണട അമർത്തി വെച്ച് ഗബ്രിയേൽ പറഞ്ഞു. സർട്ടിഫിക്കറ്റ്. ആഹി ദേവുവിൻ്റെ കയ്യിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങി അയാൾക്ക് നേരെ കൊടുത്തു. ആഹി, കുട്ടിക്കെല്ലാം എൻ്റെ PA പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇന്ന് ജോയിൻ ചെയ്യുവാണോ അതോ? അവരുടെ സർട്ടിഫിക്കറ്റ് മറിച്ചു നോക്കുന്നതിനിടയിൽ ഗബ്രിയേൽ ചോദിച്ചു. ഇല്ല അങ്കിൾ, നാളെ. ദേവുവിൻ്റെ മുഖത്ത് നോക്കാതെ അവൻ മറുപടി പറഞ്ഞു. ഓക്കെ, മോൻ നേരിട്ട് വന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ ഫ്രഷറായിട്ടുള്ള ഈ കുട്ടിയെ കമ്പനിയിലേക്ക് എടുക്കുന്നത്. ഐ നോ അങ്കിൾ. ഓക്കെ, ദെൻ യു മേ ലീവ് നൗ. താങ്ക് യു അങ്കിൾ. ആഹി അതും പറഞ്ഞ് എണീറ്റു. പിന്നാലെ ദേവുവും. ഡോറിനടുത്ത് ചെന്ന് ദേവു പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. എന്നെ തന്നെ നോക്കിയിരിക്കുന്ന ആ കണ്ണുകളിൽ എന്തൊക്കെയോ മറിഞ്ഞിരിക്കുന്നത് പോലെ തോന്നി അവൾക്ക്. അതേസമയം ദേവുവിനെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു ഗബ്രിയേൽ. അവളുടെ വരവിൻ്റെ ഉദ്ദേശം മറ്റെന്തോ ആണെന്ന് അവളുടെ പിന്തിരിഞ്ഞു നോട്ടത്തിൽ നിന്നും അയാൾക്ക് മനസ്സിലായിരുന്നു. മനസ്സിൽ ഓരോന്ന് ഓർത്തു നടക്കുന്നതിനിടയ്ക്ക് എന്തിലോ പോയി ഇടിച്ചു നിന്നു അവൾ. നേരെ നോക്കിയപ്പോൾ കണ്ടു രൗദ്രഭാവത്തിൽ തന്നെ നോക്കി നിൽക്കുന്നവനെ. നേരെ നോക്കി നടക്കുന്നോ അതോ മനുഷ്യനെ നെഞ്ചത്തേക്ക് കയറാനാണോ പ്ലാന്? അല്പം ദേഷ്യത്തിലാണ് അവൻ അവളോടായി ചോദിച്ചത്. സോറി, അവൾ തല താഴ്ത്തി പറഞ്ഞു. മുൻപിൽ നടക്ക്. അവൻ്റെ സ്വരം കടുത്തതും അവൾ മുൻപിൽ കയറി നടന്നു. പിന്നാലെ ഒരു ചിരിയോടെ അവനും. ഇതെല്ലാം ക്യാമറയിലൂടെ കണ്ടുകൊണ്ടിരുന്ന ഗബ്രിയലിൻ്റെ കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങി. ഇതെങ്ങട്ടായി പോണേ? കുറേ നേരമായി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആഹിയെ നോക്കി അല്പം ഭയത്തോടെ ചോദിച്ചു അവൾ. നിന്നെ ഒന്നുകൂടെ കെട്ടാൻ. മര്യാദക്കിരിക്കടി. അത് കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. പിന്നെ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോണേന്ന് എനിക്കറിയണ്ടേ? തൽക്കാലം നീ അറിയണ്ട. ഇതെന്തൊരു കഷ്ടമാണ്. എനിക്കറിയണം എങ്ങോട്ടാ പോണെന്ന്. ദേവ് കൊച്ചുകുട്ടികളെപ്പോലെ വാശി പിടിച്ചു. അവൻ അവളുടെ സംസാരം കേട്ട് കൗതുകം തോന്നി. ഒപ്പം കുസൃതിയും നിറഞ്ഞിരുന്നു. ഹാ, നമുക്കൊന്നുകൂടെ കെട്ടാന്നേ. അവനത് പറഞ്ഞതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. പിന്നെ പാവം കൊച്ച് ഒന്നും മിണ്ടാൻ പോയില്ല. വലിയൊരു ഷോപ്പിംഗ് മാളിന് മുൻപിൽ വണ്ടി നിർത്തി ആഹി പുറത്തേക്കിറങ്ങി. ഒന്നും മനസ്സിലാവാതെ അവളും അവൻ്റെ കൂടെ ഇറങ്ങി. വാ, നിനക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കണം. ഈ കോലത്തിലല്ല അത്ര വലിയൊരു ഓഫീസിലേക്ക് പോകേണ്ടത്. അവളെ നോക്കാതെ അവൻ പറഞ്ഞു. എനിക്കൊന്നും വേണ്ട. പിന്നെ ഞാൻ നോക്കിയിട്ട് എൻ്റെ കോലത്തിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എനിക്ക് ആവശ്യമുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ദേവു അവൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ പറഞ്ഞു. ഡി, വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോൾ തലയിൽ കയറി ഇരിക്കുവാണോ? അവൻ അവളെ കൈമുട്ടിൽ പിടിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചു. അവൾ അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന് കുതറി. നീ ആയിട്ട് വരുന്നോ അതോ ഞാൻ പൊക്കിയെടുത്തോണ്ട് പോണോ? അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് പേടി തോന്നി. കാരണം എന്തും ചെയ്യാൻ മടിക്കാത്തവനാണെന്ന് അവൾക്കറിയാം. ചുറ്റും നോക്കിയപ്പോൾ ആരൊക്കെയോ തങ്ങളെ ശ്രദ്ധിക്കുന്നത് പോലെ തോന്നി അവൾക്ക്. ഞാൻ വരാം. പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു. ദാറ്റ്സ് മൈ ഗേൾ. അവളിൽ നിന്നും പിടിവിട്ട് അവൻ അവളുടെ കവിളിൽ ചെറുതായി തട്ടിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. അവൻ പറഞ്ഞ വാക്കുകളിലും പ്രവൃത്തിയിലും കുടുങ്ങിക്കിടക്കുകയായിരുന്നു അവൾ. ഡി, ഇങ്ങോട്ട് വരാൻ. കുറച്ചു മുൻപിൽ ചെന്ന് തിരിഞ്ഞു നോക്കി അവൻ പറഞ്ഞതും ഞെട്ടി അവൾ അവനെ നോക്കി. അവൻ്റെ അടുത്തേക്ക് അവൾ പെട്ടെന്ന് ഓടി വന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. അവൾ ഞെട്ടി അവനെ നോക്കി. അതെ, തൻ്റെ ഉദ്ദേശം എന്താ? എന്നെ വിട്, തനിയെ നടക്കാൻ എനിക്കറിയാം. ദേവു ദേഷ്യത്തിൽ പറഞ്ഞു. ഹലോ, അകത്തേക്ക് കയറുമ്പോൾ നീ കണ്ട നിന്റെ പൊട്ടിക്കാട്ടിലെ തുക്കട കടയല്ലത്. അവിടെ നിനക്കെൻ്റെ ആവശ്യം വരും. അതുകൊണ്ടാണ് മര്യാദയ്ക്ക് നടക്ക അങ്ങോട്ട്. അവൻ്റെ മറുപടി കേട്ട് അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി.
ഇനിയും ചുമ്മാ ആവശ്യമില്ലാതെ ഉടക്കാൻ നിൽക്കണ്ട എന്ന് വെച്ച് അവൾ മിണ്ടാതെ നടന്നു. അവൻ്റെ ശരീരത്തോട് ചേർന്ന് നിന്നപ്പോൾ എന്തെന്നില്ലാത്തൊരു സുരക്ഷിതത്വമുള്ള പോലെ തോന്നി അവൾക്ക്. ഇനിയുള്ള കാലം മുഴുവൻ ആ കൈക്കുള്ളിൽ താൻ സുരക്ഷിതയായിരിക്കുമെന്നറിയാതെ അവൾ അവനോട് ചേർന്ന് നടന്നു. എന്താ മമ്മി പതിവില്ലാതെ? സിദ്ധു പതിവില്ലാത്ത നേരത്ത് ഹരിണിയുടെ കോള് കണ്ട് എടുത്ത് ചെവിയിൽ വെച്ച് ചോദിച്ചു. മോനെ, നിന്നോട് അത്യാവശ്യമായി മമ്മിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ ഫ്യൂച്ചർ ലൈഫായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹരിണി പറഞ്ഞു. മമ്മി വളച്ചുകെട്ടില്ലാതെ അങ്ങ് കാര്യം പറ. ഞാൻ ഓഫീസിലാണ്, ഇവിടെ കുറച്ച് ബിസിയാണ്. സിദ്ധു ലാപ്പിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. മോനെ, ഇപ്പം നിനക്കൊരു ജോലിയുണ്ട്. എന്തിനേറെ ഡാഡിക്ക് സ്വന്തമായി കമ്പനിയുണ്ട്. ഡാഡിക്ക് വയസ്സായി വരുന്നു. അപ്പോൾ കമ്പനി ഏറ്റെടുക്കേണ്ടത് നീയാണ്. ഹരിണി ഒന്ന് നിർത്തി. അതിന് മമ്മി എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്കങ്ങ് മനസ്സിലാവുന്നില്ല. സിദ്ധു നെറ്റിയിലൊരു വിരൽ ചേർത്തുകൊണ്ട് പറഞ്ഞു. മോനെ, നിന്റെ വിവാഹകാര്യമാണ്. അരുണി മടിച്ചു പറഞ്ഞു. എൻ്റെ പൊന്നു മമ്മി, എനിക്കതിനൊന്നുള്ള പ്രായമായിട്ടില്ല. ആകുമ്പോൾ ഞാൻ പറയാം. സിദ്ധു താല്പര്യമില്ലാത്ത മട്ടിൽ മറുപടി പറഞ്ഞു. ആര് പറഞ്ഞു? നിനക്ക് എത്ര വയസ്സായെന്ന നിന്റെ വിചാരം? അടുത്ത ചിങ്ങത്തിൽ 28 തികയും. പിന്നെ ഒരു കുട്ടിയെ ഞങ്ങൾ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. നീ അറിയോ അവളെ? ഹരി ഒരൽപ്പം ഗൗരവത്തോടെ പറഞ്ഞു. ആര്? സിദ്ധു ആകാംക്ഷയോടെ അമ്മയോടായി ചോദിച്ചു. ദേവിക, നമ്മുടെ ദേവുമോള്, ഇല്ലത്തെ കുട്ടി. നിന്റെ കൂടെ കോളേജിൽ ഒരുമിച്ചായിരുന്നു എന്ന് പറഞ്ഞില്ലേ? സിദ്ധു ഒരു നിമിഷം ഞെട്ടി. പെട്ടെന്ന് ദേവുവിൻ്റെ നിഷ്കളങ്കമായ മുഖം അവൻ്റെ മനസ്സിലേക്ക് വന്നു. അടുത്ത നിമിഷം തന്നെ ആഹിയുടെയും. അവനൊന്ന് പുഞ്ചിരിച്ചു. എൻ്റെ പൊന്നു മമ്മി, മമ്മിക്ക് വേറെ പണിയൊന്നുമില്ലേ? അല്ല, അവളോടിത് പറഞ്ഞോ? സിദ്ധു അതേ ചിരിയോടെ തന്നെ ചോദിച്ചു. ഇല്ല മോനെ, നിന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ആട്ടേന്ന് വെച്ചു. ഹരിണി നിർത്തി. മമ്മി, ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യൂ. എനിക്ക് അവളെ അങ്ങനെ കാണാൻ പറ്റില്ല മമ്മി. എന്തുകൊണ്ട് പറ്റില്ല? ഒന്നുമല്ലെങ്കിലും അവൾ നിന്റെ മുറപ്പെണ്ണല്ലേ. മാത്രവുമല്ല, അമ്മയോടും അച്ഛനോടും ഞാൻ ഇതേപ്പറ്റി സംസാരിച്ചു. എന്നിട്ട് അവരെന്തു പറഞ്ഞു? സിദ്ധു അറിയാനുള്ള ആകാംക്ഷയിൽ ഇടയ്ക്ക് കയറി ചോദിച്ചു. അവർക്കൊക്കെ ഈ കാര്യത്തിൽ പൂർണ്ണ സമ്മതാണ്. ഇനി നിന്റെ ഇഷ്ടം കൂടെ അറിഞ്ഞിട്ട് വേണം മോളോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ. ഹരിണി പറഞ്ഞു. മമ്മി, എനിക്കൊന്ന് ആലോചിക്കണം. നീ ആലോചിച്ചോ, പക്ഷേ നാളെ തന്നെ ഒരു മറുപടി തരണം. എത്രയും പെട്ടെന്ന് ഇത് നടത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മമ്മി, അതിന് മമ്മിക്ക് അവളെ ഇഷ്ടമല്ലല്ലോ. അന്ന് എന്തൊരു ദേഷ്യമായിരുന്നു. പിന്നെ പെട്ടെന്ന് എന്താ ഇങ്ങനെ? അവൻ തെല്ലൊരു സംശയത്തോടെ ചോദിച്ചു. അത് മോനെ, ദേഷ്യമായിരുന്നു അന്ന്, ഇപ്പോൾ ഇല്ല. പിന്നെ സ്വന്തം കുടുംബത്തിൽ നിന്ന് അറിയാവുന്നൊരു കുട്ടിയായാൽ അതല്ലേ മോനെ നല്ലത്? അവനൊന്ന് അമർത്തി മൂളി. എന്നാ മോനെ, മമ്മി നാളെ വിളിക്കാം. പിന്നെ മറുപടി പോസിറ്റീവ് ആയിരിക്കണം. ആദ്യം ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ടല്ലേ ബാക്കി. അവൻ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ചെയറിലേക്ക് ചാരിയിരുന്നു. എന്താടാ ഒരു ആലോചന? അവൻ്റെ തലയിൽ കൊട്ടിക്കൊണ്ട് അഭി ചോദിച്ചു. ഒന്നുമില്ലടി, നിനക്ക് വർക്കില്ലേ? ഉണ്ടടാ, ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ പോയതാ. എന്നാ ഓക്കെ, ലഞ്ച് ടൈം കാണാം. അതും പറഞ്ഞ് അവൾ തൻ്റെ ക്യാബിനിലേക്ക് പോയി. അവൾ പോകുന്നത് നോക്കി സിദ്ധു ചെയറിലേക്ക് ചാരിയിരുന്നു. മമ്മിയോട് എന്ത് മറുപടി പറയും താൻ? ആഹി അവളെ ഒരു കണിക പോലും സ്നേഹിക്കുന്നില്ലെങ്കിലും അവളുടെ കഴുത്തിൽ താലി കെട്ടിയതല്ലേ. ആ അവളെ താനെങ്ങനെ? ഇനി അവൾക്കതിന് ഇഷ്ടമാവുമോ? എന്തായാലും അവനോട് ഈ കാര്യം പറയണം. അവൻ്റെ തീരുമാനം എന്തോ അതുപോലെ തന്നെ ചെയ്യാം. മനസ്സിൽ മറ്റൊരു ചിന്തകൾക്കും പിന്നീട് സ്ഥാനം കൊടുക്കാതെ അവൻ തൻ്റെ വർക്കിലേക്ക് തിരിഞ്ഞു. കഴിഞ്ഞില്ലേ? കുറേ തുണികൾക്ക് നടുവിൽ ഏതെടുക്കണമെന്ന് പകച്ചു നിൽക്കുമ്പോഴായിരുന്നു അവൻ്റെ ആ വരവും ചോദ്യവും. എങ്ങനെ എടുക്കാനാണ് ഇതെല്ലാം? 2000-ന് മുകളിലുള്ള ഡ്രസ്സുകളാണ്. തൻ്റെ കയ്യിലാണെങ്കിൽ നുള്ളി പെറുക്കിയാൽ 1500 രൂപ കാണും. മുത്തശ്ശൻ തന്നതാണ്. അതുകൊണ്ട് ഒരു ജോഡി പോലും എടുക്കാൻ പറ്റില്ല. എന്താ മഹാദേവ ചെയ്യുക? സർ, മാഡത്തിന് കോസ്റ്റ് കുറഞ്ഞ ഡ്രസ് ഐറ്റംസാണ് വേണ്ടതെന്ന്. അത് താഴത്തെ ഫ്ലോറിലാണ്. സെയിൽസ് ഗേൾ പറഞ്ഞത് കേട്ടതും അവളാകെ പകച്ച് അവനെ നോക്കി. അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും രൂക്ഷമായൊരു നോട്ടം തിരിച്ചു കെട്ടി. അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി. കൂട്ടിയിട്ടിരിക്കുന്ന ഡ്രസ്സുകൾക്കിടയിൽ നിന്നും ഒരു ടോപ്പ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി അവൻ. പോയി ചേഞ്ച് ചെയ്തു വാ, നോക്കട്ടെ അളവാണോന്ന്. അവൾ പതിയെ അവൻ്റെ കയ്യിൽ നിന്നും അത് മേടിച്ചു. അതെ, ഒന്നിങ്ങോട്ട് വരുവോ? അവൾ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അവൻ എന്താണെന്ന ഭാവത്തിൽ അവളുടെ പുറകെ ചെന്നു. ഇതൊന്നും മേടിക്കാൻ അത്ര കാശൊന്നുമില്ല എൻ്റെ കയ്യിൽ. അവൾ അവനെ നോക്കാതെ അവനോടായി പറഞ്ഞു. അതിന് നിന്നോട് കാശ് ആരെയും ചോദിച്ചോ? പെട്ടെന്ന് പോയി ആവശ്യമുള്ളത് എന്താന്ന് വെച്ചാൽ പോയി സെലക്ട് ചെയ്യുക. കാശ് ഞാൻ കൊടുത്തോളാം. ആ പിന്നെ ജോലി ചെയ്ത് സാലറി കിട്ടുമ്പോൾ എനിക്ക് തിരിച്ചു തരണം. ആർക്കും ഒന്നും വെറുതെ കൊടുത്ത് എനിക്ക് ശീലമില്ല, അതുകൊണ്ടാണ്. അതും പറഞ്ഞ് അവൻ അവിടെയുള്ള വെയിറ്റിംഗ് ലോഞ്ചിൽ പോയി ഇരുന്നു. ചെകുത്താൻ മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് അവൾ ഡ്രസ്സ് സെലക്ട് ചെയ്യാനായി തുടങ്ങി.
നിന്നെ വില്ലയിലാക്കിയിട്ട് എനിക്ക് ഓഫീസിൽ പോകണം. കഴിക്കാൻ എന്തേലും വേണേ മേടിച്ചു തരാം. എല്ലാവരും വരുമ്പോൾ ലേറ്റാവും. ആഹി ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ദേവുവിനോടായി പറഞ്ഞു. വേണ്ട, സാധനം ഉണ്ടേ ഞാൻ കുക്ക് ചെയ്ത് കഴിച്ചോളാം. ദേവു പുറത്തേക്ക് നോക്കിയിരുന്നോണ്ട് പറഞ്ഞു. ഓക്കെ, യുവർ ചോയ്സ്. സാധനങ്ങളൊക്കെ അവിടെയുണ്ട്. പിന്നെ പരസ്പരം രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. ദേവുവിനെ വില്ലയിലിറക്കി ചാവി അവളുടെ കയ്യിൽ കൊടുത്ത് ആഹി ഒരു വാക്കുപോലും മിണ്ടാതെ പോയി. അതൊരു തരത്തിൽ അവൾക്കൊരു ആശ്വാസമായി തോന്നി. അവൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി ഡോറ് ലോക്ക് ചെയ്ത് ബാഗും ഫയലും സെറ്റിയിലേക്കിട്ട് അടുക്കളയിലേക്ക് പോയി. ഫുഡൊക്കെ ഉണ്ടാക്കിയപ്പോൾ 5 പേർക്കും ചേർത്ത് തന്നെ ഉണ്ടാക്കി. കഴിക്കുവാണേൽ കഴിക്കട്ടെ എന്ന് അവൾ ഓർത്തു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കിടന്നുറങ്ങി അവൾ. എഴുന്നേറ്റപ്പോൾ വൈകുന്നേരം 4 മണി. പതിയെ ഹാളിലേക്ക് വന്നു. അവിടെയെല്ലാം ഒന്ന് വൃത്തിയാക്കി ഒതുക്കി. എല്ലാം അലങ്കോലമായി കിടക്കുമായിരുന്നു. എല്ലാം ഒതുക്കി കഴിഞ്ഞ് പോയൊന്ന് കുളിച്ചു. ഈറൻമുടി തോർത്തുകൊണ്ട് ചുറ്റിക്കെട്ടി വെച്ചു. അതിനുശേഷം ബാഗിൽ നിന്നും ഒരു ശിവവിഗ്രഹം എടുത്ത് മേശമേൽ വെച്ച് കുറി തൊട്ട് പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും കോളിംഗ് ബെൽ മുഴങ്ങി. പോയി കതക് തുറന്നതും കണ്ടു അബിയെയും റോസിയെയുമാണ്. ആഹാ, കുളിയും നനയുമൊക്കെ കഴിഞ്ഞോ? വിരോധമില്ലേൽ ഒരു കോഫി ഇട്ട് തരുവോ ദേവു? റോസി സെറ്റിയിലേക്ക് ഇരുന്നോട് ചോദിച്ചു. അതിനെന്താ, ഇപ്പൊ തരാം. ദേവു അതും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. ഡി, നീ ഈ വീട് ശ്രദ്ധിച്ചോ? ആകെ ഒരു മാറ്റം. ദേവു വന്നേൻ്റെയാ, അബി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, നിങ്ങൾ ഇവിടെ ഇരിക്കുവാണോ? ആട്ടെ, ഇന്ന് ആരുടെയാ കുക്കിങ്? ക്രിസ്റ്റി സെറ്റിയിലേക്ക് ഇരുന്നോട് ചോദിച്ചു. ഇന്ന് റോസിയുടെ ടേണാണ്. പക്ഷേ ദേവു പോയിട്ടുണ്ട് കോഫി ഇടാൻ. അബിയാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ ഇന്ന് നാടൻ കോഫി കുടിക്കാലോ? അപ്പോൾ ഞാൻ പോയെന്ന് കുളിച്ചിട്ട് വരാം. ക്രിസ്റ്റി അതും പറഞ്ഞ് മുകളിലേക്ക് പോകാനൊരുങ്ങി. ഡാ, സിദ്ധു എവിടെ? അബി പുറകിൽ നിന്ന് വിളിച്ചു ചോദിച്ചു. അവൻ ആ കാറിൽ ഫോണും കുത്തിക്കൊണ്ടിരിപ്പുണ്ട്. വിളിച്ചു പറഞ്ഞുകൊണ്ട് ക്രിസ്റ്റി റൂമിലേക്ക് കയറിപ്പോയി. ഷടാ, ഇവനിതെന്തു പറ്റി? പതിവില്ലാത്ത കുറേ ശീലങ്ങൾ രാവിലെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. അബി സംശയത്തോടെ പറഞ്ഞു. ആവോ, ഇനി അവൻ്റെ തപസ്സിളക്കാൻ വല്ല മേനകമാരും ലാൻഡ് ചെയ്തോ? റോസി ഒരു ചിരിയോടെ പറഞ്ഞു. അപ്പോഴേക്കും ദേവു കോഫി കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിരുന്നു. കോഫി ട്രേ അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് ദേവു പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഓക്കെ, താങ്ക് യു ദേവു. റോസി കോഫി എടുത്തുകൊണ്ട് മറുപടി പറഞ്ഞു. നൈസ് കോഫി ദേവു. അബി ഒരു സിപ്പ് എടുത്തുകൊണ്ട് പറഞ്ഞു. ഇതെന്താ ദേവു, ബാക്കി 3 കപ്പ്? ആഹി ഇപ്പോഴൊന്നും വരില്ല. ട്രേയിൽ ബാക്കി ഉണ്ടായിരുന്ന 3 കപ്പി കോഫി ചൂണ്ടിക്കൊണ്ട് റോസി പറഞ്ഞു. ആ, അവൻ വരുമ്പോൾ പാതിരാത്രി ആവും ദേവു. അബി അത് പറഞ്ഞു തീരുന്നതിന് മുൻപേ കാർ പോർച്ചിൽ ആഹിയുടെ വണ്ടി വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടു. ഇതെന്താ അബി, പതിവില്ലാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ. പാതിരാത്രി വന്നുകൊണ്ടിരിക്കുന്നവൻ ദേ 6 മണിക്ക് വീട്ടിൽ, വന്ന ഉടനെ വീട്ടിൽ കയറുന്നവൻ ഇപ്പോൾ കാറിനുള്ളിൽ. എന്താ അബി ഇതിൻ്റെയൊക്കെ അർത്ഥം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. റോസി വാച്ചിലേക്കും അബിയുടെ മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. അബി പതിയെ ദേവുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അബിയുടെ മനസ്സിൽ മാത്രം അപ്പോഴേക്കും സംശയങ്ങളുടെ കെട്ടടിഞ്ഞിരുന്നു.